നിങ്ങൾക്ക് വിലക്കുറവിൽ നല്ലൊരു സ്റ്റെബിലൈസർ കിട്ടിയെന്ന് കരുതുക. നിങ്ങളത് എസിയിൽ ഇൻസ്റ്റാളും ചെയ്തു. എന്നാൽ സ്റ്റെബിലൈസർ എസിയോടൊപ്പം ഉപയോഗിക്കണോ വേണ്ടയോ, ഉപയോഗിക്കണമെങ്കിൽ എത്ര റേഞ്ചിലുള്ളതാകണം എന്നൊക്കെ ചിന്തിക്കാതെയാണ് പലരും അത് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ 1.5 എസിയിൽ ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് സ്റ്റെബിലൈസറുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു എസി ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസർ നിർബന്ധമായി ആവശ്യമാണ് എന്ന് പറയാനാവില്ല. എന്നാൽ ഇതൊരു സുരക്ഷാ മുൻകരുതലായി ഉപയോഗിക്കാം. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം നിങ്ങളുടെ എസിയുടെ PCB ഡാമേജ് ആവുകയാണെങ്കിൽ അത് ശരിയാക്കാനുള്ള ചിലവ് ഏകദേശം 7,000 മുതൽ 10,000 രൂപ വരെയാകാം. അതേസമയം ഒരു വൈഡ് റേഞ്ച് സ്റ്റെബിലൈസർ നിങ്ങൾക്ക് 4,000-നോ അതിനേക്കാൾ കുറവിലോ ലഭിക്കും. ചിലപ്പോൾ കാർ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും. സ്റ്റെബിലൈസർ 1,500 രൂപയ്ക്കും കിട്ടും, 4,000-നും 5,000-നും ഉണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. വ്യത്യാസം അവയുടെ വോൾട്ടേജ് റേഞ്ചിലാണ്. മൈക്രോടെക്കിന്റെ ഈ 1,800 രൂപ വിലയുള്ള സ്റ്റെബിലൈസർ വളരെ പോപ്പുലറാണ്. പക്ഷെ അതിന്റെ റേഞ്ച് 120 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയാണ്. അതിനുള്ളിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ നിങ്ങളുടെ എസി സുരക്ഷിതമായിരിക്കും. പക്ഷെ അതിന് താഴെയോ മുകളിലോ പോയാൽ എസി കേടാനാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ നിരയിൽ V-Guardന് ഒരു സ്റ്റെബിലൈസർ ഉണ്ട്. അതിന്റെ റേഞ്ച് 160 വോൾട്ട് മുതൽ 280 വോൾട്ട് വരെയാണ്. അല്ലെങ്കിൽ മൈക്രോടെക്കിന്റെ ഒരു മോഡലുണ്ട്. അതിന്റെ റേഞ്ച് 130 വോൾട്ട് മുതൽ 300 വോൾട്ട് വരെയാണ്. അത് വളരെ വലിയ റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വില 3,000 രൂപ വരെയാണ്. അത് വളരെ ലാഭകരമാണ്. ഏത് വാങ്ങണമെന്ന് നിങ്ങൾ കൺഫ്യൂസ് ആയാൽ ആദ്യം നിങ്ങളുടെ ഏരിയയിലെ ലോക്കൽ ഇലക്ട്രീഷ്യനെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് നിങ്ങളുടെ പ്രദേശത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എത്രമാത്രം സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ 130 വോൾട്ട് മുതൽ 285 വോൾട്ട് അല്ലെങ്കിൽ 130 വോൾട്ട് മുതൽ 300 വോൾട്ട് വരെയുള്ള വൈഡ് റേഞ്ച് എടുത്താൽ നല്ല സേഫ്റ്റി കിട്ടും. സാധാരണ എല്ലാവരും ഈ റേഞ്ച് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന മോഡൽ കാൻഡിസിന്റെ സ്റ്റെബിലൈസർ ആണ്. ഇതിൽ 130 വോൾട്ട് മുതൽ 285 വോൾട്ട് വരെ റേഞ്ച് ലഭിക്കും. ഡിജിറ്റൽ ഡിസ്പ്ലേയും ഉണ്ട്. ടൈം ഡിലേ ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സിമ്പിൾ സ്റ്റെബിലൈസർ ആണ്. 3 വർഷം വാറന്റിയും ഇതിനുണ്ട്. ഇതിന്റെ വില 3,400 രൂപയാണ്. 1,400-ൽ കൂടുതൽ റേറ്റിംഗുകളുള്ള മോഡലാണിത്. ഇതുപോലെ തന്നെ മൈക്രോടെക്കിന്റെ 130 മുതൽ 300 വോൾട്ട് റേഞ്ചുള്ള മോഡലും 4,000 രൂപയ്ക്ക് ലഭിക്കും. അതേ റേഞ്ചിൽ വോൾട്ടാസിന്റെ ഒരു വലിയ മോഡലും ലഭ്യമാണ്. വലുപ്പത്തിലും ഡിസൈനിലും ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഇതിന്റെ പ്രവർത്തനവും ടെക്നോളജിയും എല്ലാം സെയിം ആണ്. V-Guardന്റെ ഈ സ്റ്റൈലിഷ് ലുക്കിലുള്ള മോഡലിൽ LED റിംഗും മികച്ച ഫിനിഷിംഗുമുണ്ട്. അതിന്റെ റേഞ്ച് 130 വോൾട്ട് മുതൽ 280 വരെയാണ്. 5,000 രൂപ ബഡ്ജറ്റിൽ ഇത് ലഭിക്കും. സേഫ്റ്റിയുടെയും വിലയുടെയും കണക്കിൽ നോക്കിയാൽ മൈക്രോടെക്കിനും വോൾട്ടാസിനും 130 മുതൽ 300 വോൾട്ട് റേഞ്ചുള്ള മോഡലുകൾ വില കുറഞ്ഞവയാണ്. 210 AC ആണെങ്കിൽ V-Guardന്റെ മറ്റൊരു മോഡൽ പരിഗണിക്കാം. അതിലും 3 വർഷ വാറന്റിയുണ്ട്. 130 മുതൽ 280 വോൾട്ട് വരെ റേഞ്ച് ഉണ്ട്. വില 5,500 രൂപയാണ്. വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ സ്റ്റെബിലൈസറുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിച്ച് അവ താല്പര്യമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനെയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.